ഹലോ എവരിവൺ, UGC നെറ്റ് ജൂൺ 2025 പരീക്ഷ എപ്പോഴാണ് എന്നുള്ളതിൻ്റെ മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അന്നത്തെ ദിവസം തന്നെ പബ്ലിക് നോട്ടീസിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിക്കുമെന്നുള്ളതാണ്. 25-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നതെന്നാണ് അറിയിച്ചിരുന്നത്. 25-ാം തീയതി എന്ന് പറയുമ്പോൾ 15-ാം തീയതിയെങ്കിലും നമുക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് 16 ഇതുവരേക്കും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. പരീക്ഷാ സെൻറ്ററുകൾ ദൂര സ്ഥലങ്ങളിൽ ലഭിക്കും, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അവസാനഘട്ട പ്രിപ്പറേഷനിൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊന്നും യാതൊരു രീതിയിലും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ദിവസം മുമ്പേ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. NDAയുടെ കാര്യമാണ്. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ കൃത്യമായിട്ടൊന്നും ചെയ്യാറില്ല. 1-2 ദിവസത്തെ വ്യത്യാസങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പഠനത്തിനെ ബാധിക്കുന്ന രീതിയിൽ യാതൊരു കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. ഒത്തിരി മെസ്സേജുകളാണ് ഈ 1-2 ദിവസങ്ങളായിട്ട് വരുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? ഉടനെ തന്നെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ വരും. ഇനി പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏത് രീതിയിൽ നമ്മൾ NDAയിലേക്ക് മെയിൽ അയക്കണം, എന്താണ് നിങ്ങളുടെ കൺസേൺ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മാർക്കല്ല, 6% ടോട്ടലാണ്. അതായത് ഇന്ത്യ ഒട്ടാകെ നിങ്ങളുടെ സബ്ജക്റ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എത്രയാണോ അതിൽ നിന്നുള്ള 6%. ഇപ്പോൾ 1 ലക്ഷം പേരാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നതെങ്കിൽ 6000 പേർക്ക് നെറ്റ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 94,000 പേർ ഒന്നുമില്ലാതെ പുറത്തേക്ക് പോകും. ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പ്രധാനമായും 3 കാറ്റഗറിയിലുള്ളവരാണ് നെറ്റ് എക്സാം വർഷാവർഷം എഴുതുന്നത്. ഒന്നാമത്തെന്ന് പറയുമ്പോൾ നെറ്റ് എക്സാമിനെ പറ്റി അറിയാം, എന്താണെന്ന് അറിയണം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഇല്ല, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നു, ഓക്കെ, ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയണം, അടുത്ത തവണത്തെ പരീക്ഷ കൃത്യമായിട്ട് പഠിച്ച് എഴുതാമെന്നുള്ള രീതിയിൽ ഓക്കെ, അങ്ങനെ എഴുതുന്നവരുണ്ടാവും. രണ്ടാമത്തേത് തുടർച്ചയായിട്ട് നെറ്റ് എക്സാമിന് വേണ്ടി എഴുതുകയും നെറ്റ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഡ്മിഷൻ ടു PhD ഓൺലി കിട്ടിയിട്ടുണ്ടാവും, ഇത്തവണ നെറ്റ് ആൻഡ് JRF പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എഴുതുന്നവർ. മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ നിന്നും വന്നിരിക്കുന്ന ആളുകൾ, അതായത് ഇത്തവണ എന്ത് വില കൊടുത്തും നെറ്റ് എഴുതിയിരിക്കണം, അതിനായിട്ട് കോഴ്സ് എടുത്തിട്ടുണ്ടാവും, അവരുടേതായ രീതിയിലുള്ള പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകുന്നുണ്ടാവും, JRF എയിം ചെയ്യുന്നുണ്ടാവും, PhD കാര്യങ്ങളൊക്കെ തന്നെ അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ളവരാണ് പ്രധാനമായിട്ടും വർഷാവർഷം പരീക്ഷ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെറ്റ് ലഭിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമൊന്നും അല്ലെങ്കിലും കിട്ടിയാൽ ഓക്കെ എന്നുള്ള രീതിയിൽ. രണ്ടാമത്തവർക്ക് JRF ആണ് ലക്ഷ്യം. മൂന്നാമത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് JRF കിട്ടിയേ തീരുകയുള്ളൂ. ഈ ഒരു രീതിയിലാണ് കണ്ടുവരാറുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാനഘട്ട പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സബ്ജക്റ്റിൽ 100 പേര് എഴുതുമ്പോൾ 6 പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവർ പഠിച്ചു വരുന്നത് അത് മാത്രം ഇനി ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക, അനാവശ്യ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നും നിങ്ങൾക്ക് എവിടെ ഒന്നും ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ലഭിക്കാമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവസാന ഘട്ടത്തിൽ നമ്മൾ ഈ 94 പേരിലേക്ക് ഒതുക്കപ്പെട്ടാൽ മാത്രമേ ഈ 6 പേരിലേക്ക് എത്തേണ്ടവർക്ക് കൃത്യമായിട്ടുള്ള വഴി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മറ്റ് പരീക്ഷകളെ പോലെയല്ല. ഇപ്പോൾ കേരള PSC എക്സാമോ അല്ലെങ്കിൽ കേരള സെറ്റ് എക്സാമോ പോലെ അവസാന ഘട്ടത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് ഉപകാരപ്പെടും, ഒരു ഫിക്സഡ് ആയിട്ടുള്ള മാർക്ക് ഇതിനില്ല, നേരത്തെ പറഞ്ഞു, ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തികച്ചും തെറ്റായ ചിന്താരീതിയാണ്. 100 പേര് എഴുതി 94 പേർ പുറത്തേക്ക് പോയാൽ മാത്രമേ 6 പേർക്ക് നെറ്റ് ലഭിക്കുകയുള്ളൂ. ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊമേഴ്സ് എടുക്കാം, 1 ലക്ഷം പേർ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ 1 ലക്ഷം പേർ അപേക്ഷിക്കുന്ന സമയത്ത് 6000 പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്, ബാക്കി 94,000 പേർ പുറത്തേക്ക് പോകും. ഈ 6000 പേർക്ക് നെറ്റ് ലഭിക്കണമെങ്കിൽ 1 ലക്ഷം പേർ എഴുതണം, 94,000 പേർ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തവണ കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ രീതിയിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമത്തവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ എന്താണെന്ന് അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് JRFിലേക്ക് എത്താത്തത്. JRF എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൽ നിന്നും 1% ആണ് വരുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക.
ക്ലിയർ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് പേപ്പർ 1 പേപ്പർ 2 ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. രണ്ടും കൃത്യമായിട്ട് പഠിക്കണം. പേപ്പർ 1-ൽ 100 മാർക്കിനുള്ള 50 ചോദ്യങ്ങളാണ് വരുന്നത്. പേപ്പർ 2-ൽ 200 മാർക്കിനുള്ള 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കി, ഏതാണ് പ്രധാനപ്പെട്ട ഏരിയ എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാൻ. കൃത്യമായിട്ടുള്ള റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പേപ്പറിന്റെ യൂണിറ്റ് വൈസുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇനി ഉണ്ടാവില്ല. PYQ പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ഏരിയ ആണോ ആവശ്യമായി വരുന്നത് അത്തരം ഏരിയയിലുള്ള PYQ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, ഈ 4 യൂണിറ്റുകളും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ്. അത് വളരെ നേരത്തെ ചെയ്യണം. ഈ അവസാന ഘട്ടത്തിലൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നെറ്റ് നേടാനൊന്നും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ 6% നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ വളരെ നേരത്തെയുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കി നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഒരുപാട് പേര് സിറ്റി ഇൻറ്റിമേഷൻ്റെ കാര്യവും അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യവും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കൺസേൺ ആണ്, അത് മനസ്സിലാക്കാം. അത് വളരെ പെട്ടെന്ന് തന്നെ വരും. ഇനി പരീക്ഷാ ഡേറ്റിൽ എന്തെങ്കിലും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ എന്ത് തന്നെയായാലും ഒഫീഷ്യലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായെങ്കിൽ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല എന്നുള്ളത് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി അതിൽ വരുത്തിയിരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റ് പരീക്ഷകളെ പോലെ ഈ ഒരു UGC നെറ്റ് എക്സാമിനെ കമ്പയർ ചെയ്യരുത്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഇതിനില്ല. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും അതിൽ വരുന്ന മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ വരുന്നത്. അതുകൊണ്ട് എല്ലാ പരിപാടികളും NDAയുടെ പരീക്ഷ ലേറ്റ് ആവുന്നതും നിങ്ങൾ മാനസികമായി തളരുന്നതും ഇതുപോലുള്ള കൺസേൺ വരുന്നതും ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് വേണം നെറ്റിലേക്ക് എത്താൻ. ഇതെല്ലാം തന്നെ നമ്മുടെ പരീക്ഷയുടെ ഭാഗമാണ് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഇനി പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. എന്ത് വിവരങ്ങൾ വന്നു കഴിഞ്ഞാലും അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.